ചരിത്രാതീത കാലം മുതൽ ഒരു ജനതയായി കഴിഞ്ഞിരുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങളെ ഇന്ത്യയും പാകിസ്ഥാനുമായി വേർതിരിച്ച 1947 ഇന്ത്യ വിഭജനമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടു രാജ്യങ്ങളും തമ്മിൽ 47 ശേഷം നടക്കുന്ന യുദ്ധങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും എല്ലാം പശ്ചാത്തലം. ഇന്ത്യ വിഭജനം എന്നത് 1930കളുടെ അവസാനത്തിൽ വളരെ ചെറിയ ഒരു വിഭാഗം ആളുകളുടെ ആവശ്യമായിരുന്നു. അതിന് ഭൂരിപക്ഷം ജനതയുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് 1942 സിന്ധ് അസംബ്ലിയിലാണ് ആദ്യമായിട്ട് ഒരു പാകിസ്ഥാൻ പ്രമേയം വരുന്നത്. അന്ന് മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ചേർന്നായിരുന്നു സിന്ധ് പ്രവിശ്യ അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്നെ 1940 ലാഹോർ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ ജിന്ന ഇങ്ങനെയൊരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിന് തുടർച്ചയായാണ് ഈ പ്രമേയവും വരുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം നേതാക്കളും മുസ്ലിം സംഘടനകളിലും ഈ വിഭജനത്തിന് എതിരായിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ്, അബ്ദുൽ ഗാഫർ ഖാൻ, അതുപോലെ തന്നെ ധാരാളം ദേശീയ മുസ്ലിം നേതാക്കൾ ഈ വിഭജനത്തിലെ വലിയ ദുരന്തത്തെക്കുറിച്ച് അന്ന് തന്നെ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രമുഖമായിട്ടുള്ള മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഈ വിഭജനത്തിന് എതിരായിരുന്നു. ഈ വിഭജനത്തിനെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം ആളുകൾ അതിന് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും അത് ബ്രിട്ടീഷ് സർക്കാരിന് ഈ വിഭജനം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യ വിഭജനത്തിൽ അങ്ങേയറ്റം വിഷമമുണ്ടായിരുന്ന മഹാത്മാഗാന്ധി 1930കളിൽ ഇത്തരം ഒരു വാദഗതി ഉയർന്നു വന്നപ്പോൾ തന്നെ അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും ഇന്ത്യ വിഭജനത്തിൽ മനംനൊന്താണ് മഹാത്മാഗാന്ധി ഈ ലോകം വിടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന രാത്രിയിൽ അദ്ദേഹം നവഖാലിയിൽ കലാപം ബാധിച്ച തെരുവുകളിലായിരുന്നു. ഈ ഇന്ത്യ വിഭജനം എന്ന ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഒരു കാരണത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിട്ടുള്ള ലഹളകളിൽ അനേക ലക്ഷം ആളുകൾക്കാണ് ആ ജീവൻ നഷ്ടപ്പെട്ടതും കിടപ്പാട് നഷ്ടപ്പെട്ടതും. വിഭജനത്തിന് ശേഷവും യുദ്ധങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന അനേകം യുദ്ധങ്ങളിൽ അതുപോലെ ഈ അനേകം സാധാരണ മനുഷ്യർക്കാണ് ആ ജീവഹാനി സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ സൃഷ്ടിച്ചത് ഒരു സാമ്രാജ്യത്വ അജണ്ടയായിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ത്യ ഉപഭൂഖണ്ഡം ഇന്ന് വളരെ കൂടുതൽ പുരോഗതി നേടിയ ഒരു പ്രദേശമാവുകയായിരുന്നു. തുടർച്ചയായുള്ള യുദ്ധങ്ങൾ 47 പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കാശ്മീരിൽ നുഴഞ്ഞുകയറുന്നു. അത് കഴിഞ്ഞ് 65 വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ആരംഭിക്കുന്നു. 71 ഇതുപോലെ തന്നെ പാകിസ്ഥാൻ യുദ്ധം ആരംഭിക്കുന്നു. 99 കാർഗിൽ യുദ്ധം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തികച്ചും യാതൊരു മര്യാദയുമില്ലാതെ സാധാരണ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നുകൊണ്ട് ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ ആരംഭം കുറിക്കുന്നു. ഈ രീതിയിൽ എല്ലാ കാലത്തും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഈ ഭൂഖണ്ഡത്തിൽ സ്ഥിരമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇന്നുവരെ ജനാധിപത്യം എന്താണെന്ന് അറിയാത്ത പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ കാലത്ത് കാണിച്ച ഒട്ടും പക്വതയില്ലാത്ത സമീപനങ്ങളാണ്. ഈ വിഭജനത്തെക്കുറിച്ച് ചർച്ചകൾ കൂടുതൽ നടത്തുകയോ അല്ലെങ്കിൽ വിഭജനം ആവശ്യമാണോ എന്ന് ജനങ്ങളോട് ചോദിക്കുകയോ അതിലൊരു ജനഹിതം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ ഇതിനെ പൂർണ്ണമായി എതിർക്കുമ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കാൻ മുതിർന്ന ബ്രിട്ടീഷ് സർക്കാർ തന്നെയാണ് ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ വിഭജനത്തെ അനുകൂലിച്ച ചില നേതാക്കളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ആ വിഭജനത്തിൻ്റെ ദുരന്തങ്ങളാണ് നമ്മൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.